അവരെ നാളെ പുറത്താക്കും. ഞാൻ ലീഗ് വിട്ടതല്ല, ലീഗ് എന്നെ ഒഴിവാക്കിയതാണല്ലോ. എന്താ കാരണം പറഞ്ഞത്? എനിക്ക് തന്ന കാരണം കാണിക്കൽ പറഞ്ഞിട്ടുണ്ട്, നേതൃത്വത്തെ പാർട്ടി യോഗങ്ങളിൽ അപമാനിച്ച് സംസാരിക്കുന്നു എന്നാണ് എൻ്റെ ഒന്നാമത്തെ കാരണം പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തന്ന കാരണം കാണിക്കല്. അങ്ങനെ ലോകത്തൊരാളെ അങ്ങനെ കാരണം പറഞ്ഞ് പുറത്താക്കിയിട്ടുണ്ടാവില്ല. വല്ല അഴിമതി ആരോപണങ്ങളോ അതൊന്നല്ലല്ലോ, സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും അല്ലല്ലോ ഉള്ളത്. ഇതാണ് കാരണം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കാരണം പറഞ്ഞ് ആരെയും പുറത്തേക്ക് വിടാമല്ലോ. പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അവൻ ആ പാർട്ടിയിൽ ഉണ്ടാകുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുത്തിപ്പോക്കി അവരെന്നെ അതിനെ അപമാനിക്കാൻ ശ്രമിച്ചാലോ ഇനിയൊരു പ്രവർത്തകന് പറയാൻ മടിയാവുമല്ലോ. താങ്കളാണ് ഇപ്പോൾ ഒരു ഭാരവാഹിത്വം വഹിക്കുന്നത് വെച്ചാൽ താങ്കൾ എങ്ങനെ എതിർ പാർട്ടിക്കാരെ വിമർശിച്ച് പ്രസംഗിക്കും? കാരണം എതിർത്തുകൂടെയല്ലേ. പക്ഷേ LDF പ്രതിനിധികൾക്കറിയാം, ഞാൻ അവിടെ ഉണ്ടാവുന്ന കാലഘട്ടത്തിൽ എൻ്റെ സ്റ്റാൻഡ് അതാണ്, അത് വ്യക്തമാണ്, സുവ്യക്തമാണ്. അതിനകത്ത് യാതൊരു കളങ്കവുമില്ല, യാതൊരു കപടതയില്ല. പക്ഷേ ഞാൻ അതൊക്കെ ഒഴിവാക്കി. കാരണം എന്താണെന്നെങ്കിൽ ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ, പുതിയ അന്തരീക്ഷത്തിൽ ഇടതുപക്ഷ നിലപാടെടുക്കുന്ന ആളുകൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ അനിവാര്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി ഞാൻ പുതിയ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി പഴയ കാലത്തൊക്കെ എന്തൊക്കെയോ ഉണ്ടാവുമല്ലോ, വിവാഹമോചിതയായ സ്ത്രീയെക്കുറിച്ച് ഭർത്താവ് മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ അതിനെ ബാലിഷമായി തള്ളാവുന്നതേ ഉള്ളൂ. KM സംസ ഒരു സമസ്ത പ്രവർത്തകനാണ്. അങ്ങനെ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ ഇവിടെയുള്ളത്. എനിക്ക് ഒരുപാട് സാമുദായിക സാംസ്കാരിക സംഘടനകളുമായി ബന്ധമുണ്ട്. ഇപ്പോൾ സാംസ്കാരിക സംഘടന ശ്രദ്ധ എന്നൊരു സംഘടനയുടെ ചെയർമാനാണ്. അതൊരു സാംസ്കാരിക സംഘടനയാണ്. നാട്ടിൽ വേറെയും ചില സംഘടനകളുണ്ട്. കലാമണ്ഡലത്തിലെ ഉദ്യോഗസ്ഥന്മാരും കലാപ്രതിഭകളൊക്കെ കൂടിയുള്ള ഒരു സാംസ്കാരിക സംഘടനയുണ്ട്, അതിൻ്റെ നേതൃത്വമുണ്ട്. അറഫ എന്ന് പറഞ്ഞ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നുണ്ട്, അതിൻ്റെ ചെയർമാനുമാണ്. ഇക്ര ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എന്നുള്ള വേറൊരു ചാരിറ്റബിൾ സൊസൈറ്റി, അതിൻ്റെ ചെയർമാനാണ്. അങ്ങനെ അറഫയുടെ ജനറൽ സെക്രട്ടറിയും ഇതിൻ്റെ ഇക്രയുടെ ചെയർമാനും. അങ്ങനെയൊക്കെയാണ്. സമസ്തയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, സമസ്തയുടെ അനുഭാവിയാണ്. അതുപോലെ ഒരുപാട് സംഘടനകളുടെ പ്രവർത്തനം. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂനപക്ഷ വോട്ടുകൾ പ്രധാനപ്പെട്ടതാണല്ലോ, പ്രത്യേകിച്ച് 2 സുന്നികളുടെയും. അപ്പം ഈ സമസ്ത വിഭാഗങ്ങൾ എങ്ങനെയാണ് സമീപിച്ചിരുന്നു? നേതാക്കന്മാരെ കണ്ടിരുന്നു, അവരുടെ ഒരു സമീപനം എങ്ങനെയാണ്? ഈ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രാധാന്യം അങ്ങനെ എടുത്ത് തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കേണ്ടതില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ പൊന്നാനിയുടെ മണ്ണ് മതനിരപേക്ഷതയുടെ മണ്ണാണ്, മതേതരത്വത്തിൻ്റെ മണ്ണാണ്. അവിടെ മതനിരപേക്ഷത ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അതൊരു ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വേർതിരിവ് പൊന്നാനി ഇഷ്ടപ്പെടില്ല, പൊന്നാനിയിലെ ജനങ്ങളും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ പൊന്നാനിയിലെ വോട്ടർമാരാണ്, അത് ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ എന്ന് നോക്കണില്ല. അവിടെ നീതിയും അനീതിയുമായിട്ടാണ് വേർതിരിക്കുന്നത്. അല്ലാതെ സംഘടനകളോ അല്ലെങ്കിൽ സാമുദായിക വകുപ്പിലോ അതിനെ വിഭജിക്കേണ്ടത് എന്നത് ഒരു അഭികാമ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു കയറുമെന്നുള്ള ആത്മവിശ്വാസത്തിനെയാണ്. തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറുമെന്ന ആത്മവിശ്വാസമുണ്ട്. കാരണം ലീഗ് അണികളിൽ നല്ല ഒരു ശതമാനം വോട്ട് ഞങ്ങൾക്ക് ലഭിക്കും ഇത്തവണ. കാരണം അവർ കണക്കാക്കുന്നത് ഇതൊരു ഐ ഓപ്പണർ ആവണമെന്നാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം ഈ ഇലക്ഷൻ ഒരു ഐ ഓപ്പണർ ആവും എന്നാണ് ലീഗ് അണികൾ വിശ്വസിക്കുന്നത്. ഇത്രയും കുറേ കഴിഞ്ഞ് എത്ര കാലമായി ഈ ബാക്കിലെ ടയർ ഫ്രണ്ടിലെ ടയർ ബാക്കിലും വെച്ച് പോയിക്കൊണ്ട് കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർക്ക് കൊടുക്കണ്ടേ? മരിച്ച് പിരിയല്ലാതെ നിവൃത്തിയില്ലല്ലോ ഇതിനകത്ത്. ഒരാൾ മരിക്കാൻ വേണ്ടി മറ്റൊരു പ്രാർത്ഥിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരാൾ മരിച്ചു പോയാലും അടുത്തൊരാൾക്ക് ഒരു അവസരം കിട്ടുള്ളൂ, വേറൊരു സീറ്റ് മേടിക്കില്ല. അത് അങ്ങോട്ട് ചർച്ച എന്നൊക്കെ പറഞ്ഞ് അവസാനം അതിലേക്ക് രാജ്യസഭ മറ്റേന്നൊക്കെ പറഞ്ഞ് മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? അതൊക്കെ തട്ടിക്കൂട്ടി അങ്ങോട്ട് കളയും. അവസാനം എന്ത് ചെയ്യും? ഇതെന്നെ അനുഭവിക്കും. നിങ്ങളറിയോ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 3 തവണയിൽ കൂടുതൽ മത്സരിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ട്. 3 തവണ മത്സരിച്ച ഒരാൾക്ക് സീറ്റ് നിഷേധിക്കും പാർട്ടി. അത് കേവലം ഗ്രാമപഞ്ചായത്തിലൊക്കെ ജനങ്ങളുമായി അടുത്ത് ഇടപഴകി വർക്ക് ചെയ്യേണ്ട മേഖലയല്ലേ, അവിടെയും കൂടി ആ നിയമം നിർബന്ധിക്കുന്നുണ്ട്. ഇവിടെ 8ഉം 10ഉം തവണ 91 മുതൽ സ്ഥിരമായി മത്സരിക്കല്ലേ കുഞ്ഞാലി സൈവാൻ എത്ര നേതാക്കളുണ്ട്? ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് അവസരം കൊടുക്കണ്ടേ? പുതുമുഖക്ക് അവസരം കൊടുക്കണ്ടേ? MLA-മാരില്ലാത്ത പാർട്ടി ചിലപ്പോൾ ലീഗായിരിക്കും. ഏതെങ്കിലും സൂപ്പിയാക്കാനെ പോലെ തോന്നുന്ന ആളുണ്ടാവും നല്ലത്. പൊതുവെ MLA-മാർ ലീഗിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് എത്ര MLA-മാരുണ്ടാവും? അവർക്കൊക്കെ ചെറിയൊരു പെൻഷനും കിട്ടി ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ഈ സംഘടനയെ അവർ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടവരല്ലേ, ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകേണ്ടവരല്ലേ അവരൊക്കെ. അതിന് അവസരം കൊടുക്കില്ല. ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരൊക്കെ തന്നെ എന്താണ്, അഹമ്മദ് സാഹിബിനെ പോലെ തന്നെ പാർലമെൻറ്റിൽ വെച്ച് തന്നെ അവസാനിക്കണമെന്ന് ദ്വാരന്നിരിക്കുന്ന ആൾക്കാരാണ്. അതുവരേക്ക് ഇത് നിലനിർത്തി കൊണ്ടുപോകണം. ഒരാൾക്കും അവസരം കൊടുക്കില്ല. ഇതെത്ര കാലം ഈ പാർട്ടി ഇങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയും?
അതിൽ നല്ല നീരസമുള്ള പാർട്ടി പ്രവർത്തകരുണ്ട് ഇവിടെ. ആ പാർട്ടി പ്രവർത്തകർ അവരുടെ നീരസം ഈ തെരഞ്ഞെടുപ്പ് പ്രകടമാക്കും. അവരാണ് ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പാർട്ടിക്ക് ഒരു ഐ ഓപ്പണർ ആവണം എന്ന് അവരാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗിൽ അടക്കമുള്ളവരുടെ വോട്ട് തനിക്ക് ലഭിക്കും എന്നുള്ളതാണ്. വലിയ ഭൂരിപക്ഷത്തിൽ പൊന്നാനിയിൽ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്.